നമസ്കാരം. ഇന്നലെ സുപ്രീം കോടതി വളരെ ശ്രദ്ധേയമായ 2 ഇടപെടലുകൾ നടത്തി. നിർഭാഗ്യവശാൽ അത് വേണ്ടതുപോലെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരെണ്ണം വാസ്തവത്തിൽ സുപ്രീം കോടതി നടത്തിയ ഒരു തെറ്റുതിരുത്തൽ തന്നെയാണെങ്കിൽ മറ്റൊരെണ്ണം അവസരോചിതമായി നടത്തിയ ഒരു ഇടപെടലായിരുന്നു. ഉത്തർപ്രദേശിലെ ഉന്നാവിൽ 2017 നടന്ന മനസ്സാക്ഷിയെ മരവിപ്പിച്ച പീഡന കഥയുടെ ക്ലൈമാക്സ് ആണ് സുപ്രീം കോടതി ഇടപെടലിലൂടെ ആന്റി ക്ലൈമാക്സായി മാറിയത്. തട്ടിക്കൊണ്ടുപോവൽ, കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ അനേകം കേസുകളിലെ പ്രതി എങ്ങനെയാണ് BJPയുടെ നേതാവായി തുടരുന്നത് എന്നതിന് ഉത്തരം പറയേണ്ടത് മോദിയും യോഗിയും ഒക്കെയാണ്. അത്തരമൊരു നിഷ്ഠൂരനാണ് ഉന്നാവിലെ നേതാവായ കുൽദീപ് സിംഗ് സെൻഗർ തട്ടിക്കൊണ്ടുപോകൽ കേസിലും കൊലപാതക കേസിലും ബലാത്സംഗ കേസിലുമൊക്കെ പ്രതിയാണ്. 2017 പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് വിവാദത്തിലാകുന്നു. രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് സെൻഗർ പോലീസ് തൊടുന്നില്ല. ഒടുവിൽ വലിയ ബഹളങ്ങൾ ഉണ്ടാവുകയും ഇര തന്നെ രംഗത്ത് വരികയും ദേശീയ പ്രക്ഷോഭമായി മാറുകയും ചെയ്തപ്പോൾ കേസെടുത്ത് അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ടായി. പോക്സോ കേസാണ് സെൻഗറിന്റെ പേരിൽ ചുമത്തിയത്. അന്വേഷണത്തിൽ സെൻഗർ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു. സെൻഗറിനെതിരെയുള്ള എല്ലാ തെളിവുകളും ശരിവെച്ചുകൊണ്ടാണ് സെൻഗറെ ജീവപര്യന്തം തടവിന് വിധിച്ചത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച, അതായത് ഡിസംബർ മാസം 23-ാം തീയതി വളരെ വിചിത്രമായ ഒരു വാദം ഉയർത്തിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതി സെൻഗറിന്റെ ശിക്ഷ മരവിപ്പിച്ചു. ശിക്ഷ മരവിപ്പിച്ചത് കേസിന്റെ അപ്പീൽ പൂർത്തിയാകുന്നത് വരെയാണ്. പക്ഷേ എങ്കിൽ പോലും ശിക്ഷ മരവിപ്പിച്ചാൽ സെൻഗറിന് പുറത്തിറങ്ങാം. അത് ഇരയ്ക്ക് വലിയ ദോഷമായി മാറും എന്ന് തീർച്ചയാണ്. മറ്റൊരു കേസിൽ സെൻഗർ ശിക്ഷ അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം ഈ ഒരാഴ്ച ജയിലിൽ ഇറങ്ങിയില്ല. ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇരയും സാമൂഹ്യ പ്രവർത്തകരായ സ്ത്രീകളും ഡൽഹി തെരുവിലിറങ്ങി സമരം പ്രഖ്യാപിച്ചു. അതിനിടയിലാണ് നിവൃത്തികെട്ട് CBI അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അപ്പീൽ പരിഗണിച്ച സുപ്രീം കോടതി സെൻഗറുടെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനം റദ്ദു ചെയ്തു. അതിന് സ്റ്റേ ചെയ്തിരിക്കുന്നു. വിശദമായ വാദം കേട്ടതിനു ശേഷം തീരുമാനമെടുക്കാം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ സുപ്രീം കോടതി ഇടപെടൽ രാജ്യത്തെ വലിയ നാണക്കേടിൽ നിന്നും രക്ഷിച്ചു. BJPയുടെ നേതാവിനെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാം, ഒടുവിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ രക്ഷിക്കാനെത്തും എന്ന വല്ലാത്തൊരു പ്രതിസന്ധിയാണ് സുപ്രീം കോടതി നേരിട്ടിടപെട്ട് പരിഹരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി അയാളുടെ ശിക്ഷ മരവിപ്പിക്കാൻ കാരണമായി പറഞ്ഞത് വളരെ വിചിത്രമായ ഒരു സാങ്കേതിക വാദമാണ്. പോക്സോ നിയമത്തിൽ പൊതുപ്രവർത്തകൻ എന്ന വാക്കിന് വ്യക്തമായ നിർവചനം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരു MLA പൊതുപ്രവർത്തകനാകും എന്ന് ഉറപ്പില്ല. പൊതുപ്രവർത്തകൻ എന്നതിന് കൃത്യമായി നിർവചനമില്ലാത്തതിനാൽ അത് പരിഗണിക്കാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഒരു MLA പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് പൊതുപ്രവർത്തകൻ? ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈ നിയമത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ മൈനേഴ്സിനെ റേപ്പ് ചെയ്താൽ കൂടുതൽ ശിക്ഷ കൊടുക്കണമെന്നതാണ്. സാധാരണ റേപ്പിനേക്കാൾ നിയമത്തിന് മുൻപിൽ കരുത്തുകൂടിയ റേപ്പാണ് ഉത്തരവാദിത്തപ്പെട്ടവർ. അതായത് അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്നത്, പരാതിക്കാരനെ പോലീസുകാരെ പീഡിപ്പിക്കുന്നത്, കുമ്പസാരിക്കാൻ ചെല്ലുന്നവരെ പുരോഹിതനെ പീഡിപ്പിക്കുന്നത്, മക്കളെ മാതാപിതാക്കൾ പീഡിപ്പിക്കുന്നതൊക്കെ ഈ നിർവചനത്തിൽപ്പെടും. അതുകൊണ്ട് ആ നിർവചനത്തിൽ പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും MLA പൊതുപ്രവർത്തകനാണ്. MLAയുടെ അടുത്ത് നീതി തേടി ചെല്ലുന്ന ഒരു കുട്ടിയെ MLA തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്താൽ MLAയ്ക്ക് അത്തരമൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. അവിടെയാണ് ഡൽഹി ഹൈക്കോടതി പൊതുപ്രവർത്തകൻ എന്ന നിർവചനത്തിൽ മാറ്റം വരുത്തി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. എന്തായാലും ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയുടെ ഫലപ്രദമായ ഇടപെടൽ ഈ നാണക്കേടിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചു. സമാനമായ മറ്റൊരു ഇടപെടലും ഇന്നലെ സുപ്രീം കോടതി നടത്തി. അത് വാസ്തവത്തിൽ സുപ്രീം കോടതി തന്നെ വരുത്തിയ ഒരു പിശകിന്റെ തിരുത്തലായിരുന്നു. നമുക്കൊക്കെ അറിയാം ഡൽഹിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ലോകത്തെ ഏറ്റവും മാലിന്യപ്പുക നിറഞ്ഞ നഗരമാണ് ഡൽഹി. ഡൽഹിയിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുന്നു. ദീപാവലിയുടെ പുകയും മൂടൽമഞ്ഞും കൂടി എത്തിയതോടെ ഡൽഹിയിലെ ഒരാൾക്കും ഒരു 10 മീറ്ററിനപ്പുറത്തേക്ക് ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. പുകമാലിന്യങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടി മനുഷ്യർ മരിക്കുന്ന അവസ്ഥയിലാണ് ഡൽഹി ഉള്ളത്. ആ ഡൽഹിയെ രക്ഷിക്കാൻ എല്ലാവരും പരിശ്രമിക്കുമ്പോഴാണ് ഡൽഹിയെ ഇല്ലാതാക്കാനുള്ള ഒരു നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതും നിർഭാഗ്യവശാൽ സുപ്രീം കോടതി അതിന് അനുമതി കൊടുത്തതും. ഡൽഹി മുതൽ ഗുജറാത്ത് വരെ പല സംസ്ഥാനങ്ങളിലൂടെ നീണ്ടു കിടക്കുന്ന ഏതാണ്ട് 650 കിലോമീറ്റർ നീളമുള്ള 12,081 കുന്നുകൾ ഉൾപ്പെടുന്നതാണ് ആരവല്ലി പർവ്വതനിര. ആ പർവ്വതനിരയാണ് ഡൽഹി മുതൽ ഗുജറാത്ത് വരെയുള്ള പ്രദേശത്തെ മരുഭൂമിയാക്കാതെ കാക്കുന്നത്. രാജസ്ഥാനിലെ താർ മരുഭൂമി
ഡൽഹി വരെ വ്യാപിക്കാതിരിക്കാൻ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ആരവല്ലി മലനിരകളാണ്. ആരവല്ലി മലനിരകളിൽ ആഡംബര ഫ്ളാറ്റ് സമുച്ചയങ്ങളും ടൂറിസ്റ്റ് സങ്കേതങ്ങളും വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ തടയിടാൻ പരിസ്ഥിതി പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആരവല്ലി മലനിരകളെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ച് ഒരു വിധത്തിൽ ആപത്തിൽ നിന്നും കാത്തുവരുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവരുന്നതും 100 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള മാത്രമേ ആരവല്ലിയായി കണക്കാക്കൂ എന്ന് പ്രഖ്യാപിക്കുന്നതും. ആ നിയമം നടപ്പിലാക്കിയാൽ ആകെയുള്ള 12,081 കുന്നുകളിൽ പിന്നെ അവശേഷിക്കുന്ന 1048 കുന്നുകൾ മാത്രമാവും. എന്ന് വെച്ചാൽ ആരവല്ലി കുന്നുകളുടെ സിംഹഭാഗവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവുന്ന, ഖനനം നടത്താവുന്ന ഇടമായി മാറും. ഈ വിധി വന്നതോടെ വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതിയെ തച്ചുടച്ച് ലാഭം കൊയ്യാൻ കാത്തിരിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ ആർത്തിയോടെ രംഗത്തിറങ്ങി. വലിയ തോതിൽ ഒച്ചപ്പാടിനും ബഹളത്തിനും കാരണമായി. ഇപ്പോൾ തന്നെ ശ്വാസം മുട്ടുന്ന ഡൽഹി പൂർണ്ണമായും ആൾതാമസമില്ലാത്തൊരു മരുഭൂമിയാകാനുള്ള തുടക്കമാണ് ഇവിടെ നടക്കുന്നത് എന്നായിരുന്നു ആരോപണം. മാത്രമല്ല, വടക്കേ ഇന്ത്യയുടെ ശ്വാസനാളയായി മാറേണ്ട ആരവല്ലിയെ ഇല്ലാതാക്കുന്നത് ആർക്കു വേണ്ടി എന്ന ചോദ്യം സാധാരണ മനുഷ്യർ ഉയർത്തി. ആ ശബ്ദം ഏറ്റവും ശക്തമായും വ്യക്തമായും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് റിപ്പബ്ലിക് ടിവിയുടെ ഉടമയും ചീഫ് എഡിറ്ററുമായ അർണബ് ഗോസ്വാമി ആയിരുന്നു. കേന്ദ്ര സർക്കാരും മോദിക്കും അനുകൂലമായി മാത്രം നിലപാടെടുക്കുന്ന അർണബ് ഗോസ്വാമി ആരവല്ലി മലനിരകളുടെ വിഷയമടക്കം അനേകം വിഷയങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ നിലപാടെടുത്തു. അർണബ് ഗോസ്വാമിയുടെ മനമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അർണബ് ഗോസ്വാമി ഡൽഹിയെ മരുഭൂമിയാക്കരുത്, വടക്കേ ഇന്ത്യയെ ശ്വാസം മുട്ടിച്ചു കൊല്ലരുത്, ആരവല്ലിക്ക് വേണ്ടി നിലപാടെടുക്കണം എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു. ആരവല്ലി മലനിരകളെക്കുറിച്ച് സുപ്രീം കോടതി അംഗീകരിച്ചു കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ നിർവചനം തൽക്കാലം റദ്ദു ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ വിശദമായ വാദം കേട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി വിദഗ്ധ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിച്ച് മാത്രമേ നിയമമാറ്റത്തെക്കുറിച്ച് ആലോചിക്കൂ. സുപ്രീം കോടതി സ്വയം തെറ്റുതിരുത്തിക്കൊണ്ട് ലോകത്തിന് മുഴുവൻ മാതൃകയായിരിക്കുന്നു. ഇന്ത്യയുടെ മാനം രക്ഷിച്ചിരിക്കുന്നു. ആരവല്ലി മലനിരകളെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അത്രയുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ നാളെ ഡൽഹി ഒരു മരുഭൂമിയായി മാറുമ്പോൾ പിന്നെ കരഞ്ഞിട്ടും വിലപിച്ചിട്ടും കാര്യമില്ല.